ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാട്ടോ ഓർത്തത് നമ്മൾ ഇൻട്രോ എടുത്തില്ലല്ലോ എന്ന്. അപ്പോൾ നമ്മുടെ ജോലി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. രാവിലെ തന്നെ അതേ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. നമ്മുടെ കടല നമുക്കൊന്ന് വേവിച്ചെടുക്കാം. സാധാരണ ഞാൻ കടലയും തക്കാളിക്കായും പച്ചമുളകും എല്ലാം കൂടെ സവാളയും അതെല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് കേട്ടോ അടിക്കാനായിട്ട് പോകുന്നത്. പക്ഷേ ഞാൻ ഇന്ന് നോക്കിയപ്പോൾ സവാള തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കൊച്ചുള്ളിയാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത്. അതും വെറും പൊടി കൊച്ചുള്ളി ആയതുകൊണ്ട് ഉരിച്ചെടുക്കാൻ ഇച്ചിരി താമസമുള്ളതുകൊണ്ട് ഞാൻ എളുപ്പപ്പണിക്ക് കുക്കറിനകത്തോട്ട് കടല ഇട്ട് കൊടുത്ത് ഉപ്പും വെള്ളവും കൂടെ വെച്ച് വേവിക്കാനായിട്ട് വെക്കും കേട്ടോ ചെയ്യുന്നത്. നമുക്ക് ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. ഗ്യാസ് കത്തിച്ച് കൊടുത്തിട്ട് നമ്മുടെ കുക്കർ എടുത്ത് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ കൊച്ചുള്ളി ഇരിക്കാനായിട്ട് പോവാം കേട്ടോ. നമ്മുടെ കൊച്ചുള്ളി വെറും പൊടി ആയത് കാരണം ഇച്ചിരി മെനക്കേടാട്ടോ. ഇച്ചിരി മെനക്കെട്ടാലും നമുക്ക് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അത് കാരണം കൊണ്ട് ഞാൻ പെട്ടെന്ന് നമ്മുടെ കൊച്ചുള്ളി ഒന്ന് ഉരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് ഇന്ന് മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വലിയ മത്തിയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഉമ്മ അത് അപ്പുറത്തുനിന്ന് വെട്ടുന്നുണ്ട്. പിന്നെ റൈഹാനും റിച്ചു ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടില്ല. ഈ കടലക്കറിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് അവരെ ഒന്ന് വിളിച്ചുണർത്തണം. നമ്മുടെ മത്തി തേണ്ട ഉമ്മ വെട്ടി കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. പുളിയൊക്കെ ഇട്ട് വെച്ചേക്കുവാണ്. പിന്നെ നമ്മളിന്ന് തേങ്ങാക്കറി വെക്കാന്നാണ് കേട്ടോ പ്ലാൻ ചെയ്തത്. കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയ അയില കൊള്ളത്തില്ലായിരുന്നെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി മത്തി കറി വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല, ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാട്ടോ. പിന്നെ നമ്മൾ തേങ്ങാക്കറിക്കുള്ള അരപ്പെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മുളക് പൊടിയും മഞ്ഞപ്പൊടിയും തേങ്ങായും പിന്നെ കൊച്ചുള്ളിയും കൂടി ഇട്ടാണ് കേട്ടോ നമ്മൾ തേങ്ങാക്കറിക്ക് അരയ്ക്കുന്നത്. അപ്പോഴത്തേനും ഉമ്മ നമ്മുടെ പച്ചമുളകും തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മ നമ്മുടെ മേളിലെ പച്ചമുളക് കൃഷിക്കകത്തുനിന്ന് പോയി പിച്ചിക്കൊണ്ട് വന്നേട്ടോ. അന്നേരം ഇതൊരു ചേരയുടെ പാമ്പിൻ്റെയൊക്കെ ഒരു രൂപം പോലെ തോന്നിയെന്ന് എൻ്റെ അടുത്ത് ഉമ്മ പറഞ്ഞപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ കടല വെന്തിട്ടുണ്ടായിരുന്നു. ഞാൻ കടല അതൊന്ന് തുറന്ന് നോക്കും കേട്ടോ. വിസിൽ മാറ്റിയിട്ട് വെന്തോ ഇല്ലയോ എന്ന്. നമ്മുടെ കടല നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കടലക്കറിക്ക് ആവശ്യമായ കൊച്ചുള്ളിയും തക്കാളിക്കായും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഒന്ന് ഞാൻ അരിഞ്ഞെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള പൊടികൾ എടുത്തിട്ടുണ്ട്. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത്. പക്ഷേ മുളക് പൊടി നമ്മൾ ഒരു അല്പവും മല്ലിപ്പൊടി കൂട്ടിയും വേണം കടലക്കറിക്ക് വെക്കാനായിട്ട്. നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി വട്ടെ നമുക്ക് കടലക്കറി ആക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ടേ. ഇതിലേക്ക് കടുക് ഇട്ടു. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കടുക് വറ കടുക് വറ കടുക് വറ അങ്ങനെയല്ലേ പറയുന്നത്. അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തൊരു മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഈ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. മണം മാറിയിട്ടുണ്ട് കേട്ടോ പൊടിയുടെയൊക്കെ. നമുക്ക് അതിലേക്ക് കടല ഒഴിച്ചിട്ടു. ഇനി ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. ഇവിടെ ഇന്നലെ അരച്ച് വെച്ചിരുന്ന നമ്മുടെ മാവിനകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഒരല്പം വെള്ളവും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കടലക്കറി എന്തായെന്നൊന്ന് തുറന്നു നോക്കിയാലോ. തുറന്നു നോക്കിയപ്പോഴത്തേക്ക് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കടലക്കറി നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ
കടലക്കറിയൊക്കെ അവിടെ നല്ല സെറ്റായി വന്നപ്പോഴത്തേക്ക് നമ്മുടെ റിച്ചുക്കുട്ടൻ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടോ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നപ്പോഴത്തേക്ക് അത് കുടിക്കുകയാണ് ആള്. ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് എണ്ണ തിരിച്ചു കൊടുക്കാം. വെച്ച് കൊടുക്കുക. പ്രതീക്ഷിച്ച പോലൊന്നും അല്ല കേട്ടോ. നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വേണ്ടോ, ഞാൻ വിചാരിച്ചു ഉഴുന്ന് അരച്ചത് കൊണ്ട് നമ്മുടെ അപ്പം സോഫ്റ്റായി കിട്ടത്തില്ലെന്ന്. പക്ഷെ നല്ല സോഫ്റ്റാണ് കേട്ടോ. പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ഉണ്ട് നമ്മുടെ അപ്പത്തിന്. ഉഴുന്നരയ്ക്കാതെ ഉഴുന്ന് ഞാൻ ഇന്നലെ അരച്ചില്ല കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ച് കൊള്ളത്തില്ലായിരിക്കാം അപ്പമൊന്നും, പക്ഷെ ഇല്ല, നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടി. രാവിലെ നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചോറ് കുനിച്ചിട്ടിട്ടുണ്ട്. പിന്നെ മീൻകറി അടുപ്പിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് തേങ്ങാക്കറിയാണ് വെച്ചിട്ടുള്ളത്. രാവിലെ നമ്മുടെ ജോലിയൊക്കെ ഒതുങ്ങി കേട്ടോ. മീൻകറി അടുപ്പിലായിട്ടുണ്ട്. നമ്മുടെ ചോറ് വെന്തു, അത് കുനിച്ചിട്ടിട്ടുണ്ട്. പിന്നെന്താ, കുറച്ച് പാത്രങ്ങളുണ്ട്. രാവിലെ നമ്മൾ പാചകം ചെയ്ത കുറച്ച് പാത്രങ്ങളുണ്ട്. പിന്നെ ഫുഡ് കഴിച്ച പാത്രങ്ങളുണ്ട്. അതെല്ലാം ഒന്ന് കഴുകി പറക്കി വെക്കണം കേട്ടോ ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് മെസ്സേജ് കണ്ടു, പ്രീ പ്രൈമറിക്കാർക്ക് ഇന്ന് സ്കൂളില്ലെന്ന്. കാരണം കലോത്സവത്തിന് ടീച്ചേഴ്സ് പോകുന്നത് കാരണം കേട്ടോ. ഇന്നലെ നമ്മുടെ റൈഹാനായിരുന്നു സ്കൂളിൽ ഞാനിത്. ഇന്ന് നമ്മുടെ റിച്ചുവിനാണ് കേട്ടോ ഇല്ലാത്തത്. അത് പറഞ്ഞപ്പോഴത്തേക്ക് റൈഹാൻ പറഞ്ഞു, എന്നാൽ ഞാനും പോകുന്നില്ല ഇന്ന് സ്കൂളിലെന്ന്. ഞാൻ പറഞ്ഞു, പറ്റത്തില്ല, ഇന്ന് നീ പോകണം. ഇന്നലെ നിനക്ക് പഠിത്തമില്ലാഞ്ഞപ്പോൾ നമ്മുടെ റിച്ചുകൂട്ടം പോയാലോ, പിന്നെ നിനക്കെന്താ പോയാലെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനെ സമാധാനിപ്പിച്ചു. അങ്ങനെ പല്ല് തേക്കാനായിട്ട് പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ റൈഹാനെയും റിച്ചുവിനെയും കൂടെ. റിച്ചുവിന് സ്കൂളിലെന്നും പറഞ്ഞ് സന്തോഷമൊന്നുമില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു, ഉമ്മച്ചി എന്നെ ട്യൂഷന് കൊണ്ടാക്കിയാൽ മതി കേട്ടോ രാവിലെ തന്നെ എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, എന്നാൽ പല്ല് തേച്ചിട്ട് പോവാ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ട്യൂഷനാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കാക്കക്കായും മോനും കൂടെ പല്ല് തേക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ പാത്രം എല്ലാം കഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേർക്കും ഫുഡൊക്കെ കൊടുത്തു. റൈഹാൻ പിന്നെ കയറി കുളിച്ചൊരുങ്ങി സ്കൂളിലോട്ട് പോകാൻ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ റൈഹാൻ സ്കൂളിലോട്ട് പോകുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ റൈഹാൻ സ്കൂളിൽ വിട്ടതിന് ശേഷം ഞാൻ നേരെ നമ്മുടെ റൂമിൽ വന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കേട്ടോ. ഇനി നമ്മുടെ തലങ്ങണയോട് മാറ്റി കൊടുക്കണം. നമ്മൾ പുതിയ ബെഡ്ഷീറ്റായിട്ടോ ഇട്ടത്, പഴയതാണ് മാറ്റി കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് ബെഡ്ഷീറ്റിൻ്റെ തലങ്ങണയോടും കൂടി ഇട്ടു. രാവിലെ തന്നെ നമ്മൾ ജനലും കാര്യങ്ങളൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറൊരു ബെഡ്ഷീറ്റ് എടുത്തിട്ടു. നമ്മൾ നേരത്തെ കിടന്ന ബെഡ്ഷീറ്റ് കഴുകാൻ എടുത്തിട്ട് കേട്ടോ. എന്നിട്ട് ഞാൻ വേറൊരു ബെഡ്ഷീറ്റ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ തലങ്ങണിയുറയൊക്കെ ഇട്ടതിന് ശേഷം തലങ്ങണിയൊക്കെ അവിടെ ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ റൈഹാൻ കിടന്നിരുന്ന ബ്ലാങ്കറ്റും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം നമ്മുടെ റൂമിൽ ഇന്നലെ നമ്മൾ ഫാനും ബെർത്തും ഒക്കെ ക്ലീൻ ചെയ്തല്ലോ. പക്ഷേ ഈ ഫോട്ടോ ഫ്രെയിം ഇരിക്കുന്നിടം ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു. എന്നാലും ഞാൻ പെട്ടെന്ന് തന്നെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി കേട്ടോ. ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ഫ്രെയിം എന്ന് പറയുന്നത് അപ്പുറം ഇപ്പുറം ഫ്രെയിം വന്നിട്ട് സെൻറ്ററിലൊരു ക്ലോക്ക് ആയിരുന്നു കേട്ടോ. ആ ക്ലോക്കിൻ്റെ പാർട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിനകത്ത് നിന്ന് ഇളക്കിയെടുത്തതാണ് കേട്ടോ. അതിനകത്ത് ഞങ്ങളുടെ പഴയ ഫോട്ടോ, ഞാനും ഇക്കായും റൈഹാനും ഉള്ളപ്പോൾ ഉള്ളൊരു ഫോട്ടോ ആണ് കേട്ടോ. അതാണ് അതിനകത്ത് ഇരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തിരിക്കുന്നതിനകത്തും അത് തന്നെ. പിന്നെ സെൻറ്ററിലിരിക്കുന്നതിനകത്ത് ഞാനും ഇക്കായും റിച്ചു എല്ലാം കൂടെ കുറേ ഫോട്ടോസ് ഉണ്ടല്ലോ, മിക്സ്ഡ് ആയിട്ടൊരു ഫോട്ടോസ് വന്നിട്ട് ഫാമിലി എന്നൊക്കെ പറഞ്ഞ് ഒരു ഫ്രെയിം ചെയ്ത് കേട്ടോ. അല്ലോറ എന്ന് പറയുന്ന ഒരു അലോറ ക്രാഫ്റ്റിൽ നിന്നാണ് കേട്ടോ നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം അവിടെ ഇരിക്കുന്നത് നമ്മുടെ റൈഹാനും റിച്ചുവിനും കിട്ടിയ ട്രോഫികളും മെഡലുകളും ഒക്കെയാണ് കേട്ടോ ആ തൂക്കിയിട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ അതെല്ലാം ഒന്നെടുത്ത് വൃത്തിയാക്കി ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്നലെ അത് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഇന്നത് ചെയ്യാന്ന് കേട്ടോ. അങ്ങനെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് റിച്ചു ട്യൂഷന് വന്നേരം പാപ്പിക്ക് ഉമ്മ കൊടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളിതെല്ലാം ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ട്യൂഷൻ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. സ്കൂളില്ലാത്തത് കാരണം ഇന്ന് രാവിലെയാണ് ട്യൂഷൻ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ട്യൂഷൻ വീടെത്തിയിട്ടുണ്ട്. ശ്യാമളയമ്മയുടെ വീടെത്തിയിട്ടുണ്ട് ഗൈസ്. അവിടെ എത്തിയപ്പോഴത്തേക്കും റിച്ച് കയറി അവിടെ ഇരുന്ന് കേട്ടോ. എന്നിട്ട് നമ്മളെ ഒരു മൈൻഡ് പോലും ഇല്ല. പിന്നെ അവനെ അവിടെ ആക്കിയിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു.
നമുക്ക് പയർ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതായത് നമുക്കിതങ്ങ് മെഴുക്ക് വരട്ടിയെടുക്കാം കേട്ടോ. ഞാനിത് കഴുകി എടുത്തിട്ട് വരട്ടെ, എന്നിട്ട് നമുക്കിത് അരിഞ്ഞെടുക്കാം കേട്ടോ. നമ്മളിതേണ്ട പയർ കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാവേ. അരിഞ്ഞെടുത്തിട്ട് നമുക്ക് മെഴുക്ക് വരട്ടാം. ഞാൻ ദേ ഈ ഒരു നീളത്തിനാട്ടോ മെഴുക്ക് വരട്ടാനായിട്ട് അരിയുന്നത്. അപ്പം നമ്മുടെ പയർ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ദേ ഈ ഒരു പരുവത്തിനാണ് നമ്മുടെ പയർ അരിഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്കിനി ഇത് മെഴുക്ക് വരട്ടാം കേട്ടോ. നമ്മുടെ ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടി വന്നപ്പോഴത്തേക്കും കൊച്ചുള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂത്ത് വന്നപ്പോഴത്തേക്കും മുളക് പൊടി ഇട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ പയർ അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. വാട്ടിയെടുത്തതിന് ശേഷം ഞാൻ സാധാരണ സവാളയാണ് ചേർക്കാറ്. ഇന്ന് സവാള ഇല്ലാത്തതുകൊണ്ട് കൊച്ചുള്ളി ചേർത്തു കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. മെഴുക്ക് വരട്ടിയൊക്കെ വെച്ചതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡടിയൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 5 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റൈഹാൻ സ്കൂളിൽ നിന്ന് വന്നു, ഫുഡൊക്കെ കഴിച്ചു, ട്യൂഷന് പോയി. ഞാൻ വേണ്ട കട്ടൻ ചായ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല കാറ്റുണ്ട്. അതേ കതക് അടഞ്ഞ സൗണ്ടാണ് കേട്ടോ നിങ്ങൾ കേട്ടത്. നമ്മുടെ ഈ വർക്ക് ഏരിയയിലിരുന്നാൽ നല്ലൊരു കാറ്റാണ് കേട്ടോ. നമ്മൾ രാത്രി ആയാലും നല്ല തണുത്ത കാറ്റ് കിട്ടും ഈ വർക്ക് ഏരിയയിലിരുന്ന്. പക്ഷെ നമ്മുടെ റൂമിലൊക്കെ ഭയങ്കര ചൂടാണ് കേട്ടോ. ടെറസിൻ്റെ മേളിൽ തുണി പറക്കാൻ പോയാലോ. രാവിലെ നമ്മൾ തുണി കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര വെയിലായിരുന്നു ടെറസിൻ്റെ മേളിൽ. ഇപ്പോഴും നല്ല ചൂടായിരിക്കും കേട്ടോ. ആ ചൂട് രാത്രി ആകുമ്പോഴത്തേക്ക് നമ്മുടെ റൂമിലോട്ട് ചെല്ലുമ്പോൾ ഭയങ്കരമായിട്ട് ആ ചൂടിന് കീപ്പോട്ട് ഇറങ്ങും കേട്ടോ. ഭയങ്കര ചൂടാണ് നമ്മുടെ റൂമിൽ. രാവിലെ കഴുകിയിട്ട തുണി കേട്ടോ നമുക്ക് എടുത്തിട്ട് വരാം. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, രാത്രി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ടെറസിൻ്റെ മേളിൽ വന്ന് കിടക്കുന്ന കേട്ടോ. നല്ല തണുത്ത കാറ്റാണ് കേട്ടോ രാത്രി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ടെറസിൻ്റെ മേളിൽ. പക്ഷെ നമ്മുടെ റൂമിൽ നല്ല ചൂടുമാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് തുണിയെല്ലാം പറക്കിയെടുത്ത് താഴോട്ട് പോകാം കേട്ടോ. കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടു കാണും കേട്ടോ. അതായത് നിത്യവഴുതനയുടെ പൂവാണ് കേട്ടോ. വേണ്ട കുറച്ച് പൂവ് വന്നിട്ടുണ്ട്. പിന്നെ വേണ്ട കുറച്ച് കായൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. വേണ്ട ഇത് കണ്ടോ നിത്യവഴുതനയുടെ കാ. നമ്മളിത് ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ് കേട്ടോ. ഫേസ്ബുക്കിൽ നിന്ന് നമ്മൾ ഓൺലൈൻ വഴി വരുത്തിച്ചതാണ് കേട്ടോ. ഒരുപാടൊന്നും പടന്ന് കയറിയിട്ടില്ല, എന്നാലും ആവശ്യത്തിനൊക്കെ പിടിക്കും കേട്ടോ. വേണ്ട ഇവിടെയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. വേണ്ടോ ഈ ഒരു പരുവത്തിന് നമ്മൾ പിച്ച് മെഴുക്ക് വരട്ടണം കേട്ടോ. കുറച്ചും കൂടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കഴിക്കും. ഒരുപാടങ്ങ് ഇതാകാൻ നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ പക്ഷേ കഴിക്കും കേട്ടോ. അത് മെഴുക്ക് വരട്ടുമ്പോൾ ഈ ഒരു പരുവത്തിന് ആകുമ്പോഴത്തേക്ക് നമ്മൾ പിച്ചെടുക്കണം. വേണ്ട നമ്മുടെ പയറൊരെണ്ണം കിളിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതങ്ങ് പിച്ചെടുക്കാം. നമ്മുടെ കിളിക്ക് കൊണ്ട് കൊടുക്കാനായിട്ട് കേട്ടോ. നമുക്കിതങ്ങ് പിച്ചിയാലോ, കിളിക്ക് കൊടുക്കാം. ഞാൻ പിച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും നീളമുണ്ട് കേട്ടോ. ഒരെണ്ണേ പിടിച്ചിട്ടുള്ളൂ. ഒരെണ്ണം അല്ല, വേണ്ട ഇവിടെയൊക്കെ പിടിച്ച് വരുന്നുണ്ട്. ദേ പൂത്തിട്ടുണ്ട് കേട്ടോ. വേണ്ട പൂവായിട്ട് വരുന്നുണ്ട്. വേണ്ട കണ്ടോ. വേണ്ട ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. വേണ്ട ഒരെണ്ണം പിടിച്ച് വരുന്നതേ ഉള്ളൂ. വേണ്ട നമുക്കിത് നമ്മുടെ കിളിക്ക് കൊടുക്കാം. നമുക്ക് വേണ്ട ഇത്രയും നിത്യവഴുതനയുടെ കാ കിട്ടി കേട്ടോ ഇന്നൊരു ദിവസം. കണ്ടോ കുറച്ച് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് വെച്ചതാണ് കേട്ടോ ഇത് ഇത്രയും. നമ്മുടെ കിളിക്ക് കൊണ്ടുവന്ന് കൊടുത്തട്ടോ പയറ്. കുട്ടന്മാരൊക്കെ ഉണ്ടോ? ആർക്കെങ്കിലും വേണ്ടവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. അപ്പോൾ വേണ്ട കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മടക്കി വെക്കാനായിട്ട്. നമ്മൾ വൈകിട്ട് ടെറസിന്റെ മേളിൽ നിന്ന് എടുത്തോണ്ടൊന്ന്
തുണികളൊന്നും ഞാൻ മടക്കി വെച്ചിട്ടില്ലായിരുന്നു, കട്ടിലേക്ക് കൊണ്ടുവന്ന് ഇട്ടതേ ഉള്ളായിരുന്നു കേട്ടോ. ഇപ്പം എന്തെങ്കിലും നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് രാത്രിയിലത്തെ അത്താഴമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുണിയൊക്കെ ഒന്ന് മടക്കി വെക്കണം, ബെഡ്ഷീറ്റ് കുടഞ്ഞിടണം, കയറി കിടന്നുറങ്ങണം. അതാണ് ഇനി നമ്മുടെ പരിപാടി. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോസ് എന്ന് പറയാൻ ഇത്രയൊക്കെ